കർത്താവായ ഈശോയെ, ഇതാ വീണ്ടും ഒരു പ്രഭാത പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ അണഞ്ഞിരിക്കുകയാണ്. ഈശോയെ, അങ്ങ് വളരെയധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ അങ്ങ് കരുണയോടെ കാണണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനകളെ കരുണയോടെ ശ്രവിക്കണമേ. ഈശോയെ, ഈ പ്രഭാതത്തിൽ ലോകം മുഴുവനുമുള്ള എല്ലാ രോഗികൾക്കും ദുഃഖിതർക്കും വിനാശത്തിലായിരിക്കുന്നവർക്കും വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ കരുണ ഈ നിമിഷങ്ങളിൽ സകല മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. എല്ലാ ഹൃദയങ്ങളും ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. ഈശോയെ, എന്നോടും ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും വലിയ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. കർത്താവേ, ഈ സമയം അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് എല്ലാ രോഗികളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ രോഗത്താൽ വേദനിക്കുന്നവർ, ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗാവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ, പാരമ്പര്യ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, അലർജി രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർ തുടങ്ങി ജീവിതം ദുരിതക്കയറ്റിലാണ്ടുപോയ സകല മക്കളെയും ഇതാ ഈ ദിവികാരുണ്യ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്നാണല്ലോ വചനം പറയുന്നത്. കർത്താവേ, അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരം എല്ലാ രോഗികളിലേക്കും ഈ പ്രഭാതത്തിൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗികളെ ഈശോ ഈ സമയം നീ സ്പർശിക്കണമേ. മനുഷ്യൻ പരാജയപ്പെടുന്നിടത്ത്, നിസ്സഹായനായി പോകുന്നിടത്ത് എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈശോ, എൻ്റെ വിശ്വാസം ഈ സമയം ഞാൻ ഏറ്റുപറഞ്ഞിവർക്കായി പ്രാർത്ഥിക്കുന്നു. എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുള്ള എല്ലാ രോഗികളെയും ഈശോയുടെ കരുണയ്ക്കായിട്ടിപ്പോൾ സമർപ്പിക്കുന്നു. ലൂക്ക 1:37 വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. രോഗിയായ ഹെസക്കിയ രാജാവ് നിലവിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനകളുടെ മേൽ ഇറങ്ങി വന്ന് സൗഖ്യം നൽകിയ എൻ്റെ കർത്താവേ, നീ ഒന്ന് തൊട്ടാ മതി, അലിവോടെ ഒന്ന് നോക്കിയാൽ മതി, രോഗികളെല്ലാം സുഖം പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ, അങ്ങ് ഹെസക്കിയായോട് പറഞ്ഞില്ലേ, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീര് ഞാൻ ദർശിച്ചിരിക്കുന്നു, ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഓ കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ ഇറങ്ങണം ഈശോ. തളർന്നു പോയ ഓരോ ജീവിതത്തെയും ഇപ്പോൾ ഏറ്റെടുക്കണം ഈശോ. അടിപ്പിണർ പോലെ, വൈദ്യുത തരംഗം പോലെ ദൈവശക്തി ഈ സമയം എല്ലാ രോഗികളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളുടെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവെന്ന അത്ഭുത നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കണമേ, ശരീരത്തിൻ്റെ രോഗങ്ങൾ ഏറ്റെടുക്കണമേ. സന്തോഷവും സമാധാനവും ഇവരിൽ നിറയട്ടെ. ദൈവസ്നേഹം എല്ലാ ഹൃദയങ്ങളിലേക്ക് നിറഞ്ഞു കവിയട്ടെ ഈശോ. തമ്പുരാനെ, നന്ദിയുണ്ട്. ഈ പ്രഭാതത്തിൽ വിളിച്ചുണർത്തി ലോകം മുഴുവനും വേണ്ടി, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ വരണമേ, ഞങ്ങളുടെ ഇടയിലേക്ക് വരണമേ. ഈ ദിവസത്തെ ഈശോ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി. സ്തുതി, സ്തുതി. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവമഹത്വം, ദൈവമഹത്വം. എല്ലാ രോഗികളിലും ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ബെത്സൈദാ കുളക്കരയിൽ ഒരു ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. ബെത്സൈദാ കുളക്കരയിൽ ഒരു നാൾ ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു.
ജലമിളകും നേരം ജനമിളകും വേഗം ജനമനവധി സുഖം നേടുന്നു. എന്നെ തുണയ്ക്കാനാരുമില്ല, എൻ രോദനം കേൾക്കാനാരുമില്ല. ബെത്സൈദാ കുളക്കരയിൽ ഒരു നാൾ ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണിത്. ഈ സമയം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ ദൈവകരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പിൽ ഇപ്രകാരം ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. 2 മാസം മുൻപ് മരണപ്പെട്ട ഒരു സിസ്റ്റർ ഒരു രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. വളരെ ഭീകരമായൊരവസ്ഥയിലായിരുന്നു അവർ. അവരുടെ മുഖം വളരെയേറെ വികൃതമായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന ഞാൻ ഇരട്ടിയാക്കി. അടുത്ത ദിവസം രാത്രിയിൽ അവർ പിന്നെയും എൻ്റെ അടുക്കൽ വന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ കൂടുതൽ ഭീകരമായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളെ ഒട്ടും തന്നെ സഹായിച്ചില്ലേ? എൻ്റെ പ്രാർത്ഥനകൾക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുകയില്ലെങ്കിൽ സിസ്റ്റർ ദയവായി എൻ്റെ അടുക്കൽ വരുന്നത് നിർത്തണം. ഞാൻ അവരോട് പറഞ്ഞു. ഉടനെ തന്നെ അവർ അപ്രതീക്ഷയായി. എങ്കിലും അവർക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ വീണ്ടും എൻ്റെ പക്കൽ വന്നു. ഇപ്രാവശ്യം അവരുടെ മുഖം പ്രകാശപൂരിതമായിരുന്നു. അവളുടെ കണ്ണുകൾ ആഹ്ലാദം കൊണ്ട് നിറഞ്ഞിരുന്നു. എൻ്റെ സ്നേഹിതരോട് എനിക്ക് ശരിയായ സ്നേഹമുണ്ടെന്നും എൻ്റെ പ്രാർത്ഥനകളാൽ ശുദ്ധീകരണ സ്ഥലത്തെ ധാരാളം ആത്മാക്കൾക്ക് മോക്ഷം ലഭിച്ചുവെന്നും അവർ എന്നെ അറിയിച്ചു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനകൾ മുടക്കരുതേ എന്നവർ എന്നോട് അപേക്ഷിച്ചു. അവർ അധികകാലം അവിടെ ഉണ്ടാവുകയില്ലെന്നും സിസ്റ്റർ കൂട്ടിച്ചേർത്തു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എത്രയോ വിസ്മയാവഹം. ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ഫൗസ്റ്റീന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിരന്തരമായ പ്രാർത്ഥന തുടരുക. അത് അനേകരുടെ മോക്ഷത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.